എയ്ഡഡ് കോളേജുകളിലും അതേപോലെ തന്നെ സർക്കാർ കോളേജുകളിലും സർവകലാശാലകളിലും മുഴുവൻ അധ്യാപകരും ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. ക്രമവിരുദ്ധമായി ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുകയാണ്. 15-20 വർഷമായിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പുതുതായിട്ട് ആർക്കും തന്നെ തൊഴിലവസരം കിട്ടുന്നില്ല. PSC സർക്കാർ കോളേജിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് ഒരു നിയമനം പോലും നടക്കുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 1,00,000-ഓളം പേര് പിൻവാതിൽ നിയമനങ്ങളിലൂടെയുണ്ട്. അഴിമതി തുറച്ചു മാറ്റുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വേണം. നമസ്കാരം. ഇക്കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കോളേജുകളിലും സർവകലാശാലകളിലും നിരവധി ഗസ്റ്റ് ലെക്ചറർമാരെയും അതുകൂടാതെ താൽക്കാലികമായി നിരവധി അധ്യാപകരെയും നിയമിച്ചിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ നിയമിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ PSC എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നും തന്നെ ജോലി ലഭിക്കാത്ത സാഹചര്യവും. എന്തായാലും പുതിയ സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, ഈ PSC പരീക്ഷ എഴുതിയിട്ട് 1ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വരെ ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഗസ്റ്റ് ലെക്ചറർമാരെയും താൽക്കാലികമായി നിയമിച്ചവരെയും പുറത്താക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ RS ശശികുമാർ. ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിന് ശേഷം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ അധ്യാപക നിയമനത്തിനുള്ള വർക്ക് ലോഡ് പുനർനിർണയിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ SN മാനേജ്മെൻറ്റിന് 2022 വർക്ക് ലോഡ് വെച്ച് ക്രമവിരുദ്ധമായി 86 തസ്തികകൾ ക്രിയേറ്റീവ് നൽകിയെന്നുള്ളത് വെച്ചാൽ മറ്റ് എല്ലാ കോളേജുകളിലും, അത് എയ്ഡഡ് കോളേജുകളിലും അതേപോലെ തന്നെ സർക്കാർ കോളേജുകളിലും സർവകലാശാലകളിലും മുഴുവൻ അധ്യാപകരും ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഗസ്റ്റ് ഫാക്കൽറ്റിയെയും കരാർ നിയമനത്തിലുള്ള അധ്യാപകരെയും കൊണ്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. വർക്ക് ലോഡ് നിശ്ചയിക്കാത്തതാണ് അതിന് കാരണം. ആ കരാർ നിയമനം ആണ് ഇപ്പോൾ ഒരു എല്ലാവർക്കും ഏറ്റവും വലിയ ഒരു സൗകര്യമായി മാറിയിരിക്കുന്നത്. ക്രമവിരുദ്ധമായി ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുകയാണ്. കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ അവർക്കിഷ്ടമുള്ളവരെ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിക്കുന്നു. എയ്ഡഡ് കോളേജുകളിൽ മാനേജ്മെൻറ്റിന് താല്പര്യമുള്ളവരെ ആ കോളേജുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിക്കുന്നു. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയൊക്കെ താല്പര്യമനുസരിച്ച് ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നു. സംസ്കൃത സർവകലാശാലയിൽ അവിടെയുള്ള അധ്യാപകരുടെ ഇരട്ടി അധ്യാപകർ ഗസ്റ്റ് ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നു. 15-20 വർഷമായിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പുതുതായിട്ട് ആർക്കും തന്നെ തൊഴിലവസരം കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ PSCയുടെ റാങ്ക് പട്ടികകളുണ്ട്. PSC സർക്കാർ കോളേജിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് ഒരു നിയമനം പോലും നടക്കുന്നില്ല. ആ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വളരെ മിടുക്കന്മാരായിട്ടുള്ള PhD, നെറ്റും തുടങ്ങിയ എക്സ്പീരിയൻസും ടെസ്റ്റിലും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഈ ഗസ്റ്റ് അധ്യാപകരായി നിയമിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. സർവകലാശാലകൾക്കും കോളേജുകൾക്കും സർക്കാർ ഡയറക്ഷൻ കൊടുക്കണം. താല്പര്യമുള്ളവർ ഈ ഗസ്റ്റ് ഫാക്കൽറ്റി നിയമനം വരുമ്പോൾ ആ കോളേജിൽ പോകാൻ താല്പര്യമുള്ള PSCയുടെ റാങ്ക് ഹോൾഡേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം. അവർക്ക് നിയമനം കൊടുത്തതിന് ശേഷം കൂടുതൽ വേക്കൻസി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പുറമേ നിന്നും അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആൾക്കാരെ നിയമിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ മിടുക്കരായിട്ടുള്ള ആൾക്കാരെ അധ്യാപകരായി ലഭിക്കും. ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ലഭിക്കും. 3, ഈ ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടും. അത് കഴിയുമ്പോഴേക്കും സ്ഥിരം നിയമനങ്ങൾ വരുമ്പോഴും അവർക്ക് പ്രിഫറൻസ് കിട്ടുകയും ചെയ്യും. ആ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാകണം. അഴിമതി തുറച്ചു മാറ്റുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വേണം. അതിനുശേഷം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 1,00,000-ഓളം പേര് പിൻവാതിൽ നിയമനങ്ങളിലൂടെയുണ്ട്. 20,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന നിരവധി ആൾക്കാർ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സർക്കാരിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അവരെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം ആ നിയമനങ്ങളും തീർച്ചയായിട്ടും PSCയിൽ നിയമനം ലഭിക്കാത്ത റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയാൽ നമുക്ക് നിഷ്പക്ഷമായ നീതിപൂർവമായ തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കാൻ കഴിയും. അത് യുവജനങ്ങൾക്ക് വളരെ അനുഗ്രഹമാവും. അത്തരത്തിലേക്ക് പ്രവർത്തിക്കാൻ കണ്ണു തുറക്കാൻ ഗവൺമെൻറ് കഴിയണം. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഈ ഗസ്റ്റ് ഫാക്കൽറ്റി നിയമനങ്ങൾ പൂർണ്ണമായും PSC റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്.